ഹായ് ഗുഡ് മോർണിംഗ് കൂട്ടരെ. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 5:30ആയി. പക്ഷേ 5:30 5:45 പക്ഷെ നേരം ഒരു ചെറുതായി പോലും ഒരു വെളിച്ചം വന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴേ ഭയങ്കര തണുപ്പാണ്. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാനഡയിലാണോ നമ്മൾ ചിന്തിച്ചു പോകും, അത്രയും തണുപ്പാണ് ഇവിടെ. പക്ഷെ എൻ്റെ കൂടെ ഒരാളിവിടെ എണീറ്റിരിക്കുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഹായ് ഹായ് പറയ്. ശരിക്കും ഈ തണുപ്പങ്കാലത്തെ തീയുടെ ചൂട് കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കണം. മാവ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചിരുന്നു. ഒരു ചെറുതായി കുമിളകൾ വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഭയങ്കര തണുപ്പാന്നേ. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. മോനാണെങ്കിലേ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. അവന് 7 മണിയാകുമ്പോൾ ബസ് വരും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുത്തയക്കണം. അങ്ങനെ മസാല ഇവിടെ റെഡിയായി. ദോശയും ഇവിടെ നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന് ക്രിസ്പി ദോശയാണ് ഇഷ്ടം. അങ്ങനെ മോനെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. കേബേജ് ഞാൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, അത് ചൂടാക്കി വെച്ചതോടെ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പോൾ നന്നാക്കി കൊണ്ടുവന്ന മീനാണ്, മത്തി വറുക്കാൻ വേണ്ടി മസാല തേച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഞാൻ 2 ദോശയും ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ടി വിയിൽ ഒപ്പം സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ. മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വന്നതാണ്. അങ്ങനെ മോനെ സ്കൂൾ ബസ്സിൽ നിന്നൊക്കെ കൊണ്ടുവന്നു. അവന് 2:30 ആകുമ്പോൾ എത്തും. ഈ കാണുന്ന വള്ളികൾ മുന്തിരിയുടെ വള്ളികളാണേ. ഇതിപ്പോൾ മുന്തിരി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതെല്ലാം വെട്ടിക്കളയണം. വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാലാണ് പുതിയ തളിരിലകൾ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ടെറസിൽ വന്നതാണ്. ഇപ്പം സമയം ഒരു 5:30 5:45 ഈ സമയത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ്റെ ഒരു നല്ല വ്യൂ കാണാം. എൻ്റെ ഫോണിൽ ഗ്ലെയർ അടിച്ചിട്ടാന്ന് തോന്നുന്നു, അത്ര വെളിച്ചം കാണുന്നില്ല. ശരിക്കും കാണുമ്പോൾ നല്ല തീക്കനൽ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ശരിക്കും ഞങ്ങളുടെ വീട് ഏകദേശം ഒരു മലയുടെ സൈഡിലായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു മലയുടെ ഉള്ളിൽ നിൽക്കുന്ന പോലെയാണ് ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുക. രാത്രിക്കുള്ള കറിവെപ്പൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കണം, ഒരു 6 മണി 6:30 ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് മീൻകറിയാണ്. മീൻകറിയിൽ ചേമ്പിട്ട് വെച്ചിട്ടുള്ള കറിയാണ്, തേങ്ങ അരച്ച് വെച്ച കറി. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബായ്, നാളെ കാണാം.